നിരഞ്ജന പെരുമ്പടപ്പ് വീടിന്റെ മരുമകളായി മാറുന്നു. സുധിയും നിരഞ്ജനയുമായുള്ള വിവാഹ പരസ്യം പത്രത്തിൽ കാണുന്ന അർച്ചന. സുധിക്ക് ഇത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങാനാവില്ല എന്ന വിശ്വാസത്തിൽ അർച്ചന. എന്റെ മകന്റെ കുഞ്ഞ് ജനിക്കുന്നു. ഗർഭിണിയായ അർച്ചനയുടെ വിവാഹം നടത്തില്ലെന്ന് വിശ്വനാഥൻ നടരാജനോട് പറയുന്നു. എനിക്കത് അറിയാളിയ. അർച്ചന ഗർഭിണിയാണെന്ന് അറിയുന്ന രാജപ്പൻ. അവൾ 1.5 മാസം ഗർഭിണിയാ. അർച്ചനയുടെ വയറ്റിൽ സുധിയുടെ കുഞ്ഞ് വളരുന്നതായി ജയന്തി അറിയുന്നു. ചെവള രാഘവനുമായുള്ള അർച്ചനയുടെ വിവാഹം മാറ്റിവെക്കുന്നു. സുധി അറിയാതെ അർച്ചനയുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം വിശ്വനാഥനോട് പറയുന്നു. കുഞ്ഞുങ്ങൾക്ക് അതൊരു ഭീഷണിയാവും. അബോർഷൻ കഴിഞ്ഞാലുടൻ അർച്ചനയെ കൊണ്ടുപോകുമെന്ന് ചെവള. പെരുമ്പടപ്പ് വീട്ടിൽ ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന ആഗ്രഹം നിരഞ്ജനയോട് പറയുന്ന ജയന്തി. രാത്രി മഴ തുടരുന്നു. മോക്കിപ്പോ 26 വയസ്സായില്ലേ? ഇനിയും വൈകാതെ നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. എന്താ അമ്മേ? പലരും തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്. ആ കടമ നിറവേറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിനൊരു അടിത്തറയായി. ജോലിയും ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ മിടുക്ക് കാണിക്കേണ്ടത് സ്ത്രീകളാ. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു അനാവശ്യ തിടുക്കമായി മോക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു സത്യമല്ലേ അമ്മ പറഞ്ഞത്. അമ്മയുടെ ഈ ആഗ്രഹം മോൾ അവനോട് ഷെയർ ചെയ്യണം. ഞാൻ പറയാം. ആ വിശ്വേട്ടൻ പോവാൻ റെഡിയായിട്ടുണ്ടാവും. അമ്മ കാപ്പി കൊടുക്കട്ടെ. എന്താ പെട്ടെന്ന് മടങ്ങി വന്നത്? മുഖം ഒന്ന് ഒളിപ്പിക്കാൻ ഓടിപ്പോന്നത്. എന്താ നിരഞ്ജനെ? താഴെ വെച്ച് അമ്മയെ കണ്ടു. ഹണിമൂൺ കഴിയുന്നതിന് മുമ്പ് അമ്മ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെയാ. പറഞ്ഞതിൽ എനിക്ക് വലിയ അതിശയം തോന്നിയില്ല. ആ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലേ. മകനെ മരുമകളെ തളച്ചിടുക, അതിനൊരു കുഞ്ഞു വേണം. ഇപ്പോഴും എനിക്കറിയില്ല സുധിയുടെ മനസ്സ് എന്താണെന്ന്. എന്ത് തന്നെയായാലും അത് നിരഞ്ജനെ ഒരു തരത്തിലും ബാധിക്കത്തില്ല. എന്നെ അല്ലാതെ പിന്നെ ആരെയാ അത് ബാധിക്കുന്നേ? അമ്മ ഒരു സാധാരണ വീട്ടമ്മയല്ലെന്നുള്ള ബോധം സുധിക്കുണ്ടാവണം. ചോദ്യങ്ങളല്ലേ എന്നോടാ, ഞാനെന്ത് ഉത്തരവ് പറയണ്ടേ? അമ്മയുടെ മനസ്സറിഞ്ഞ് കേട്ടു നിൽക്കുകയല്ല നിരഞ്ജന ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ കൈകടത്താൻ മറ്റുള്ളവർക്ക് അവകാശമില്ലെന്ന് അറിയിച്ചു കൊടുക്കണമായിരുന്നു. നിരഞ്ജന അത് ചെയ്തെങ്കിൽ അമ്മയ്ക്ക് നാവടക്കേണ്ടി വന്നേനെ. പിന്നെ ഈ ആവശ്യമായിട്ട് അടുത്ത കാലത്തൊന്നും അമ്മ വരില്ലായിരുന്നു. പക വീട്ടാൻ കാത്തിരിക്കുന്ന സുധിക്ക് ആ സമയം അടുത്തെന്നേ ഞാൻ കരുതിയുള്ളൂ. എനിക്കിവിടെ ആരുടെ മുന്നിലും നിവർന്നു നിന്ന് അഭിപ്രായം പറയാനാവില്ല. എന്റെ ഇവിടുത്തെ ജീവിതത്തിന് ഒരു നീർക്കുമ്പളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അങ്ങേരെത്തുന്നതിന് മുമ്പ് ഞാൻ നെഞ്ചുപൊട്ടി മരിച്ചു പോകുന്ന തോന്നുന്നു. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ എനിക്ക് കഴിയില്ല. അമ്മയോട് സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. അച്ചുവെച്ച് സുധിസേനെ വിശ്വസിച്ചു പോയി. ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല. കുഞ്ഞമ്മേനെ തടയരുത്. ചിറ്റപ്പം വരുന്നതിന് മുൻപ് പോവാൻ എന്നെ അനുവദിക്കണം. നീ എങ്ങോട്ടാണ് ഈ പോകാൻ വെമ്പുന്നത്? വയറ്റിലൊരു കൊച്ചുവാട്ടി എന്ന നിനക്ക് ആരാ അഭയം തരുന്നത്? ഞാൻ സുജയുടെ വീട്ടിലേക്ക് ചെന്നോളാം. അവളുടെ അച്ഛൻ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിത്തരും. സുധിയുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരെ പേടിക്കേണ്ട കാര്യമില്ല. പ്രസവിക്കാൻ ഇനി സമയമുണ്ടല്ലോ. അതിനിടയിൽ ഒരനാഥാലയം ഞാൻ കണ്ടെത്തിക്കോളാം. ആഹാ, അപ്പോ പ്രസവിച്ച് കുഞ്ഞിനെ വളർത്താന്നാണോ നിന്റെ മനസ്സിലിരിപ്പ്? ഇനി എനിക്കൊരു ജീവിതമുണ്ടോ കുഞ്ഞമ്മേ? ഈ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ എനിക്ക് കഴിയില്ല.
ഈ വീട്ടിലെത്തുന്നത് വരെ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചേ തീരൂ. ഈ കുഞ്ഞിനെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ മോഹിക്കുന്നത് തെറ്റാണോ? എൻ്റെ കല്യാണം നടക്കാതെ പോയതുകൊണ്ട് ഇവിടെ ആർക്കും നഷ്ടങ്ങളൊന്നുമില്ല. ഞാൻ കാരണം ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ വീടും കുറച്ച് സ്ഥലവും സ്വന്തമായില്ലേ. ഇനി എന്നെ പോവാൻ അനുവദിക്കണം. നീ കണക്ക് പറയാണല്ലേ? കുഞ്ഞും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല. അത് പറഞ്ഞേ ഉള്ളൂ. ഇവിടുന്ന് പോയാലും നിങ്ങളെ മറന്നൊരു ജീവിതം എനിക്കില്ല. ബന്ധുക്കളെന്ന് പറയാൻ നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? എന്തായാലും പിള്ളേരുടെ അച്ഛനെങ്കി വരട്ടെ. അങ്ങേരോട് സംസാരിക്കാതെ എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഗർഭിണിയാണെന്ന കാര്യം പറയാനും പറ്റില്ല. അച്ഛൻ വന്ന അച്ചുവേച്ചിയെ വിടില്ല. നിവൃത്തിയില്ലാതെ വന്ന് അതങ്ങ് പറയും. അല്ലാതെ എന്ത് ചെയ്യാനാ? വീട്ടിൽ പിടിച്ചു നിർത്തി പ്രസവം എടുക്കാൻ പറയാൻ പറ്റുമോ? വരട്ടെ, ആദ്യം നീ പോകുന്ന കാര്യം പറഞ്ഞു നോക്കാം. ചിലപ്പോ സമ്മതിച്ചെന്ന് വരും. നീ ആഗ്രഹിക്കുന്നതും അതല്ലേ? എന്താ എന്നെ കണ്ടപ്പോ നിർത്തിക്കളഞ്ഞേ? നിന്നെ കണ്ടിട്ട് നിർത്താൻ മാത്രം ഇവിടെ എന്താ ഉള്ളത്? എന്തോ ഇവിടെ പുകയുന്നുണ്ട്. പുകയുന്നതും നോക്കി നടക്കുന്നു. മാറുന്നില്ല മകൾ. എന്താടി നിന്ന് പരിങ്ങുന്നത്? പോകുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ അമ്മ. അങ്ങനെ ഒരു മനസ്സ് നിനക്ക് തോന്നിയെങ്കിൽ നിന്നെ ഞാൻ തോഴ. നിങ്ങളിങ്ങ് എത്തിയോ? കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വെക്കടാ. ശരി, വരായിപ്പേട്ടാ. ഒരു വിധത്തിൽ ചെവളെ പിടിച്ച് നിർത്താനായി. ഞാനല്ലേ അപമാനം സഹിക്കേണ്ടത്? ഒരു കല്യാണമോ മാറ്റിവെച്ചത്? അവന് നഷ്ടമൊന്നുമില്ലല്ലോ. കല്യാണം എന്ന ചിന്തയൊന്നും ഇനി വേണ്ട, നമ്മൾ തീരുമാനിച്ചല്ലയോ? രായപ്പച്ചേട്ടൻ വേണ്ടേ? ആ, എനിക്ക് വേണ്ട. രായപ്പച്ചേട്ടൻ വീട്ടിൽ ചെന്ന് കയറാൻ പോകുന്ന എങ്ങനെയാന്നൊക്കെ എനിക്കറിയാം. അവിടെ ചെന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. തഞ്ചത്തിൽ നിന്നാൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ പറ്റൂ. സംഗതി നിസാരമല്ല, അബോഷണ. അതുകൊണ്ട് പെണ്ണിനൊരു തെറ്റുപറ്റി പോയതാണെന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ സമാധാനപ്പെടണം. കാര്യങ്ങൾ പറഞ്ഞ് അവളെ കയ്യിലെടുക്കണം. ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലടി. ഒന്ന് നിയന്ത്രിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. പെണ്ണിന്റെ സമ്മതമില്ലാതെ ആഘോഷം നടക്കില്ല. അല്ല, അവളെ എവിടെ കൊണ്ടുപോകാൻ ആലോചിക്കുന്നേ? കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയാലേ പറ്റൂ. നാട്ടിലുള്ള ഒരു കുഞ്ഞു പോലും വിവരം അറിയരുത്. ഞാനേ ഒരു വഴി പറയാം. രായപ്പെട്ടൻ കേൾക്കുവോ? നീ പറ. ഇവിടെ ഒരു നാട്ടുവൈദ്യനുണ്ട്. പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നും വേണ്ട. മരുന്ന് ഞാൻ ചെന്ന് വാങ്ങിക്കൊണ്ടുവരാം. രായപ്പെട്ടൻ അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മാത്രം മതി. ഈ നാട്ടില് ചെവിക്ക് ചെവി അറിയാതെ എത്ര ഗർഭം അയാൾ അലസിപ്പിച്ചിരിക്കുന്നു. പുറത്തു നിന്ന് വരെ വൈദ്യരെ അന്വേഷിച്ച ആളുകൾ വരാറുണ്ട്. അതെ അതെ, കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഞാനാ വഴി പറഞ്ഞു കൊടുത്തത്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കൂടി? പെണ്ണിന് എന്തെങ്കിലും കേടുപറ്റിയാൽ കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്കാണ്. അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ചേട്ടൻ പേടിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതൊന്നും വേണ്ട. നാളെ ഞാൻ അവളെ പുനലൂർ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയ. നല്ല വഴി ഞാൻ പറഞ്ഞു കൊടുത്തതാ. പെണ്ണ് പോലും അറിയാതെ മരുന്ന് കൊടുക്കാമായിരുന്നു. അയാൾ ചെന്ന് കുളവാക്കും ചേച്ചി. പെണ്ണ് അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. എന്നാ കുളവാകാൻ പോകുന്നതേ അയാളുടെ കുടുംബമായിരിക്കും. ശരി എന്നാ.
രാഘവനിപ്പോ എങ്ങനെയുണ്ട്? അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഡോക്ടർമാർ ഇപ്പോഴും ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. കേട്ടറിവ് വെച്ച് തട്ടിപ്പോകാനാ സാധ്യത. ദൈവമേ, നല്ല തണ്ടും തടിയായിട്ട് ഇവിടെ വന്നിരുന്ന ആളാ. മനുഷ്യന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാടി. അകത്ത് പിള്ളേരില്ലേ? രേവതി പ്രമീളയുടെ വീട്ടിലേക്ക് പോയി. അമ്പളി ഇന്ന് പഠിക്കാൻ പോയില്ല. നീ അർച്ചനെ ഇങ്ങോട്ടൊന്ന് വിളിക്കും. നീ കയറിപ്പോ. വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. എന്തായാലും നിന്റെ പ്രാർത്ഥന ഫലിച്ചു. മരണത്തോട് മല്ലിടുക രാഘവൻ. ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾ കണ്ടോ? ബന്ധുക്കൾക്ക് പോലും കാണാൻ പറ്റില്ല. പിന്നെ എനിക്ക് പെണ്ണിനെന്തോ ജാതകദോഷം ഉണ്ടെന്നാ രാഘവന്റെ അമ്മാവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അല്ല, അവരത് പറയുന്നതിലും തെറ്റില്ലല്ലോ. ഇവളുടെ ഇതുവരെയുള്ള ജീവിതം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നു. നിന്റെ കല്യാണം അടുത്ത കാലത്തൊന്നും നടക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. ഇനി എന്താ നിന്റെ പ്ലാന്? ഇവക്കെന്താ പ്ലാന്? ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യവും ഞാൻ ചോദിച്ചേ. നീ അതുപോലെ അറിഞ്ഞുകൂടി? SP മോന്റെ കൊച്ചിനെയും വയറ്റിട്ടുകൊണ്ട് നിൽക്കുക ഇവള്. 1.5 മാസം ഗർഭം. ഇവള് ഈ വീട്ടിലുള്ളവരെ ഒളിപ്പിച്ചു വെച്ച രഹസ്യം ആദ്യം അറിയുന്ന ആരാണെന്ന് നിനക്കറിയോ? SP വിശ്വനാഥൻ. ഇപ്പോ നിനക്കൊക്കെ മനസ്സിലായില്ലേ ഒരു കാലത്തും അയാളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്? കോയമ്പത്തൂർ നിന്നപ്പോ അയാളുടെ വിളി വന്നു നേരിട്ട് കാണാൻ. കല്യാണത്തിന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതിയാ പോയത്. അപ്പൊ തോക്കും ചൂടി നിൽക്കുന്നു അയാള്. ഈശ്വര, അയാൾ ഇതെങ്ങനെ അറിഞ്ഞ്? അപ്പോ നീ ഇത് നേരത്തെ അറിഞ്ഞു അല്ലേ? ഇന്ന് അവൾ എന്നോട് പറഞ്ഞത്. ആരോടും പറയാതെ എത്ര കാലം ഒളിപ്പിച്ച് വെക്കാമെന്നാണ് നീ കരുതിയത്? നിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ SP അടങ്ങിയേനെ. പക്ഷെ കഷ്ടകാലത്തിന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഞാൻ ഇവിടുന്ന് പോവാൻ ചിറ്റപ്പ. നീ വെക്കോ, ഞാൻ തടയില്ല. എനിക്ക് എങ്ങനെ നിന്നെ പിടിച്ചു നിർത്താൻ പറ്റും? പക്ഷേ നീ ചെന്ന് പെടുന്നത് SP ആളുകളുടെ കയ്യിലാ. അവർ കൊണ്ടുപോയി ആദ്യം നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും. പിന്നെ നിന്നെ മുംബൈയിലേക്ക് കടത്തും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നതല്ല, അയാൾ പറഞ്ഞതാ. ശ്യാമളെ, നിനക്കിപ്പോഴും കാര്യങ്ങൾ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇവൾ അയാളുടെ മോനെ സ്നേഹിച്ചെന്ന കുറ്റത്തിനാ നമ്മളെ നാട് കടത്തിയത്. ഇപ്പോ അയാളുടെ മോന്റെ കൊച്ച് ഇവളെ വയറ്റി വളരുമ്പോ അയാൾ അടങ്ങിയിരിക്കോടി. SP വിശ്വനാഥന്റെ അനന്തരാവകാശിയെ മറ്റൊരു പെണ്ണ് പ്രസവിക്കില്ല. അതിന് സമ്മതിക്കില്ല അയാള്. അവകാശവും പറഞ്ഞ് നാളൊരു കാലത്ത് ഒരു സന്തതി പടുകിടന്ന് വരാതിരിക്കാൻ അയാൾ എന്തും ചെയ്യും. ഇവൾ എവിടെ പോയി ഒളിച്ചാലും അയാൾ കണ്ടുപിടിക്കും. കേട്ടല്ലോ. ഇനി നീ എവിടേക്കാ പോകുന്നത്? നാളെ വല്ല ചുവന്ന തെരുവിൽ ഇവിടെ നിന്ന് പെടും. അത്രയ്ക്ക് പകയുണ്ട് അയാൾക്ക് ഇവളോട്. ഞാൻ അയാളുടെ കാല് പിടിച്ച് യാചിച്ച് ഒരു കാര്യം സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ തയ്യാറാണെങ്കിൽ ഇവിടെ കഴിയാം. സമ്മതമല്ലെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യാം. ഒരു കാര്യം കൂടി പറയാം. നീ ഇവിടുന്ന് ഇറങ്ങിയാലുടൻ ഞാൻ അയാളെ വിവരം അറിയിക്കും. ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്കും എൻ്റെ പിള്ളേർക്കും പിന്നീടൊരു ജീവിതം ഉണ്ടാവില്ല. നിങ്ങൾ പറ, ഇവളനുസരിക്കും. കുഞ്ഞിനെ ഇല്ലാതാക്കാമെന്ന എൻ്റെ അപേക്ഷ ഒടുവിൽ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതിന് 2 ദിവസത്തെ അവധിയും അയാൾ തന്നു. അബോർഷൻ നടന്നില്ലെങ്കിൽ 3-ാം നാൾ ഈ വീട്ടുമുറ്റത്ത് SP ഗുണ്ടകൾ വന്ന് നിൽക്കും. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതിപ്പോ എന്റെ ആവശ്യമല്ല, നിന്റെയാ. കേറിപ്പോ. അവളതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കണടി. ഇതോടെ അവളെ കൊണ്ടുള്ള എന്റെ തലവേദന തീർന്നു കിട്ടും. ഞാൻ ഈ കുരുക്കിന് രക്ഷപ്പെടുകയും ചെയ്യും. സുധിസന്റെ കല്യാണം ഒന്ന് കഴിയാൻ വേണ്ടി അവര് കാത്തു നിന്നതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാനിതിന് സമ്മതിക്കില്ല മോളെ.
എന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അച്ചുവേച്ചി കരുതുന്നു? എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ അച്ചുവേച്ചി അച്ഛൻ തടയില്ലെന്ന് ഉറപ്പായി. പക്ഷെ പറഞ്ഞതുപോലെ അച്ഛൻ ചെയ്യും. അച്ചുവേച്ചിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. എവിടെ പോയാലും അവർ അച്ചുവേച്ചിയെ വെറുതെ വിടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോളെ. എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അതിനെനിക്ക് എങ്ങനെ കഴിയും? എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ അത്രമാത്രം കൊതിച്ചു പോയി. എന്താടി നീ പറഞ്ഞേ? ഒന്നുകൂടി പറയടി. നിന്റെ കുഞ്ഞോ? അപ്പൊ നീ ഗർഭിണിയാണല്ലേടി? എടി ഭയങ്കരി, ഇതാണല്ലേ നീ ഒളിപ്പിച്ചു വെച്ചത്? നിന്നെ നീ ഈ വീട്ടിൽ വെച്ച് ഞാൻ വാഴിക്കില്ലടി. ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. വാടി ഇവിടെ. ഇനി നീ ഇവൾക്ക് കൂട്ടു നിൽക്കണോ? നാണോ ഇല്ലേടി നിനക്ക് ഇനി ഇവിടെ കൂടെ നിൽക്കാൻ? അച്ചുവേച്ചി ഗർഭിണി തന്നെയാ. അതിന് നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അത് ഞാൻ കാണിച്ചു തരാടി. അച്ഛന്റെ മുന്നിൽ എനിക്ക് ഇവിടെ കൊണ്ടുചെന്ന് നിർത്തണം. എന്നിട്ട് ഇന്ന് തന്നെ ഇവിടെ ഈ വീടിന്റെ പടി ഇറക്കി വിടണം. അതിന് നീ വെറുതെ കിടന്ന് തുള്ളണ്ട. ഇവിടെ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞു. അച്ഛനും അറിഞ്ഞു. നിന്നെ മാത്രം ആരും അറിയിക്കാത്തതാ. ഓഹോ, അപ്പൊ ഇവിടെ പൊറിപ്പിക്കാനാണല്ലേ എല്ലാവരുടെയും തീരുമാനം? ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിനാരെയും സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യുന്ന? ഇവിടെ ഞാനങ്ങ് കൊല്ലും. നിങ്ങൾക്കാർക്കും ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്യും. ഇനി എനിക്കൊരു ജീവിതമില്ല. ഇവിടെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. എടി നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞേ. രണ്ടിലൊന്നും എനിക്ക് അറിയണം ഇപ്പൊ. ഒന്നുകിൽ ഈ വീട്ടിൽ ഞാൻ, അല്ലെങ്കിൽ കണ്ടവന്റെ കൂടെ പോയി വയറ് വീർപ്പിച്ചു വന്ന ഇവള്. രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എടി നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? പോകാൻ പോ. കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി കളയാന്നുള്ള നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നീ കളിക്കുന്നതേ വലിയ ആളുകളോടാ. ഒരു പയ്യനെ പ്രേമിച്ചതുപോലെ അല്ല ഇത്. എന്നോട് ഇപ്പോഴും പറഞ്ഞു ഇറങ്ങിപ്പോയാ നിന്നെ തടയാൻ നിൽക്കണ്ടെന്ന്. നിന്നോട് അല്പം സഹതാപം തോന്നിയിട്ടാ അബോർഷൻ നടത്താമെന്ന് ഞാൻ അങ്ങേരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അല്ലെങ്കിൽ തന്നെ SP-യുടെ കൊച്ചുമോനെ പ്രസവിച്ച് വളർത്താമെന്ന് കരുതുന്നതേ നല്ല തമാശ തന്നെയാ. ഗർഭപാത്രം നിന്റേതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണെ. അവകാശി കൊച്ചിന്റെ അച്ഛനാ. ആ സത്യം മനസ്സിലാക്കിയാൽ നിനക്കും കൊള്ളാം. ദിവസങ്ങളായിട്ട് ഈ സത്യം മനസ്സിലിട്ടാ നീ നടന്നെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നും നീ ഓർത്തു വെച്ചോ, പ്രസവിക്കാനുള്ള ഇവളുടെ മോഹം നടക്കില്ല. അതിനു മുമ്പ് ഈ വീട്ടിൽ കയറി അവരിവളെ പിടിച്ചോണ്ട് പോകും. ഈ കൊച്ചിനെ ഇല്ലാതാക്കിയാൽ നിനക്കിവിടെ ജീവിക്കാം. മറിച്ച് എന്തെങ്കിലും സംഭവിച്ച അർച്ചനെ നിന്നെ ഓർത്ത് ഞാൻ വേദനിക്കില്ല. അത് നീ വരുത്തി വെക്കുന്ന വിധിയായിരിക്കും. ചേച്ചി ഇനി പറ, അവളെ ഞാൻ ഇറക്കി വിടണോ? അപ്പൊ ചെവിളയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അതേടി, അവൻ ഇരട്ടച്ചങ്കുമായി കോയമ്പത്തൂരുണ്ട്. അവളെയും കൊണ്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങാതെ SP-ക്ക് കൈമാറിക്കൂടെ? അബോഷന് കൊണ്ടു കിടക്കുന്നത് ആരെങ്കിലും അറിഞ്ഞാ ഞങ്ങളെ കൂടി അത് ബാധിക്കും. എനിക്കത് അറിയാഞ്ഞിട്ടല്ല. ചെവളെ ഇപ്പൊ പിണക്കാൻ പറ്റില്ല. അർച്ചനെ കിട്ടിയില്ലെങ്കിൽ എന്റെ 2 മക്കളെയും കൊണ്ടുപോകുന്നൊരു ഭീഷണി അവൻ മുഴക്കിയിട്ടുണ്ട്. അവനെ ഞാൻ പേടിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന വിഷയം SP-ക്ക് വേണ്ടി അർച്ചനയുടെ ഗർഭം അലസിപ്പിക്കുന്നുള്ളതാണ്. എന്നിട്ട് ചെവളയ്ക്ക് അവളെ കൈമാറുകയും ചെയ്യണം. പിന്നെ അവൾ ചാടിയെങ്ങാനും പോയാ SP കല്യാണം ചെലവിന് തന്ന 15 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും. അയ്യോ, അത് വേണ്ട. ഞാനത് എന്റെ കല്യാണ ചെലവിന് മനസ്സിൽ കണ്ടുപോയി. ഈ അബോഷൻ നടന്നേ തീരൂ. എങ്കിൽ 2 ദിവസം കൂടി അവളെ സഹിച്ചേ പറ്റൂ. ഈ നാട്ടിലാരും അറിയാതെ വേണം അബോർഷൻ നടത്താൻ. തെന്മലയിൽ ഒരു ആശുപത്രിയുണ്ട്. അവിടെ പോയാൽ ശരിയാവില്ല. പുനലൂരിലേക്ക് അവളെ കൊണ്ടുപോകാം. വലിയ ഹോസ്പിറ്റലായ ചെലവ് കൂടില്ലേ? അങ്ങനെ വലിയ ആശുപത്രിയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ചിലവായാലും അതിന്റെ ഇരട്ടി ഞാൻ SP-യുടെ കയ്യിൽ നിന്ന് വാങ്ങില്ലേടി. എന്നാ പുനലൂര് പോയാ മതി അച്ഛാ. അതാവുമ്പോ ഈ നാട്ടിലുള്ള ആരും അറിയില്ലല്ലോ. ഉദ്ദേശിച്ച പോലെ അവളുടെ കല്യാണം നടത്താനൊന്നും പറ്റില്ല. ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചതായി ഒരു തെളിവ് കൊടുക്കണം. അതിനെന്തേ?
അബോർഷൻ കഴിഞ്ഞ് പിറ്റേന്ന് നീ അങ്ങ് ആശുപത്രിയിലോട്ട് വരണം. എന്നിട്ട് ശ്യാമളെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം. ഞാൻ വന്ന് കൂട്ടിരിക്കാനോ? എനിക്കൊന്നും വയ്യ. പറയുന്ന കേക്ക്. ആശുപത്രി നേരെ അവളെയും കൊണ്ട് പോകുന്ന കാർത്തികന്റെ ചായക്കടയിലേക്കാ. ചെവള അവിടെ കാണും. രണ്ടിനെയും നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. അത് മതി SP കാണിക്കാൻ. അപ്പം തന്നെ ചെവള അവളെ കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ അമ്മയോട് എന്ത് പറയും? ആശുപത്രി വെച്ച് നിന്റെ കണ്ണ് പിടിച്ച് അവൾ ചാടിപ്പോയെന്ന് ശ്യാമളയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാ പോരെ? അതിനുള്ള മിടുക്ക് നിനക്കില്ലേ? അത് കൊള്ളാച്ച, ഉഗ്രൻ ഐഡിയ. ഞാനത് തീരെ പ്രതീക്ഷിച്ചതല്ല നിരഞ്ജനെ. എല്ലാം ഏറ്റുപറഞ്ഞ് ഭാര്യയുടെ മുന്നിൽ തരം താഴാനല്ലേ സുധി ശ്രമിച്ചത്. സുധി തന്റെ ലക്ഷ്യം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ആദ്യ ദിവസം തന്നെ എന്നെ വീട്ടുകാരുടെ മുന്നിൽ കൊണ്ടു നിർത്തി എല്ലാം തുറന്നു പറയുന്ന ഞാൻ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ സുധിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല. എന്തായാലും സുധി എന്നെ ഒറ്റപ്പെടുത്തില്ലെന്നുള്ള വിശ്വാസമുണ്ട്. എൻ്റെ കാര്യത്തിൽ സുധിക്കൊരു കരുതലുണ്ട്. എപ്പോഴായാലും സത്യം സുധിയുടെ അച്ഛനും അമ്മയും അറിയും. അപ്പോൾ സുധി എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാൻ കാത്തിരിക്കുക ഞാൻ. പക്ഷെ ഉടനെയൊന്നും സുധി അത് വെളിപ്പെടുത്തില്ലെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. അപ്പൊ സുധിയുടെ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. അധിക കാലമൊന്നും രണ്ട് സുഹൃത്തുക്കളെ പോലെ നിങ്ങൾക്ക് ഒരു മുറി കഴിയാനാവില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. അതിലുപരി മനസ്സ് തുറന്ന് സംസാരിക്കുന്നവർ. സുധിയുടെ ഈ അകൽച്ച ഇല്ലാതാക്കാൻ നിനക്ക് കഴിയും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നീയൊരു പെണ്ണല്ലെന്നേ ഞാൻ പറയും. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഒരു പെണ്ണിനും അത് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓരോരോ സാഹചര്യങ്ങളാ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നത്. നീ അതിന് ശ്രമിക്കണം. സുധി അകലുന്നതിന്റെ 100 ഇരട്ടി നീ അടുക്കണം. സുധിക്ക് അകലം പാലിക്കാൻ കാരണങ്ങളുണ്ട്. പക്ഷേ സുധിയിൽ നിന്ന് അകലം പാലിക്കാൻ നിനക്ക് ഒരു കാരണവുമില്ല. ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സുധി അറിയണം. അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ നീ അത് അറിയിച്ചു കൊടുക്കണം.